ഹലോ മക്കളെ, നമ്മുടെ ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ആ ജനറ്റിക് ഡിസോർഡേഴ്സിലെ പ്രധാനപ്പെട്ട ചില ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൗൺ സിൻഡ്രോം, ക്ലിൻറ്റ്ഫിൽറ്റർ സിൻഡ്രോം ആൻഡ് ടേണർ സിൻഡ്രോം? ഈ മൂന്ന് ഡിസീസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കണം. ആദ്യത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് വെച്ചാൽ 21st ക്രോമസോമിന്, നമ്പർ മറക്കണ്ട, 21st ക്രോമസോമിന് ട്രൈസോമി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി അടുത്ത അതിന്റെ ക്രോമസോം നമ്പർ അഥവാ കാരിയോടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 45+XX അല്ലെങ്കിൽ 45+XY, അതായത് ടോട്ടൽ 47 ക്രോമസോംസ്, അതായത് ഒരു ക്രോമസോം കൂടുന്നു. അത് സെക്സ് ക്രോമസോം അല്ല, ഓട്ടോസോമാണ് കൂടിയിരിക്കുന്നത്. 45+XX അല്ലെങ്കിൽ 45+XY, ആണിനോ പെണ്ണിനോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത്തരം കുട്ടികൾക്ക് റൗണ്ട് ഹെഡ് ആയിരിക്കും, പാർഷ്യലി ഓപ്പൗണ്ട് മൗത്ത് ആയിരിക്കും, അവർ പൊക്കം കുറവായിരിക്കും, ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, അതുപോലെ അവരുടെ ടങ്ക് ഫറൗഡ് ടങ്ക് ആയിരിക്കും, ഒരു കുഴിവുള്ള നാക്കായിരിക്കും. അതുപോലെ അവരുടെ പാം വളരെ ബ്രോഡായിട്ടുള്ള പാമ്പും വിത്ത് സ്പെഷ്യൽ പാം ക്രീസസ്, വരകളൊക്കെ, കയ്യിലെ വരകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈരേഖകളായിരിക്കും അവർക്ക് ഉണ്ടാകുക. അതുപോലെ അവരുടെ ഫിസിക്കൽ ആയാലും സൈക്കോമോട്ടർ, അതായത് ഹോർമോണൽ ബാലൻസ് ആയാലും മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ റിട്ടാർഡഡ് ആയിരിക്കും. ഇതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. 21st ക്രോമസോമിന്, 21ാമത്തെ ക്രോമസോമിന് ട്രൈസോമി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡൗൺ സിൻഡ്രോം. അടുത്തത് ക്ലിൻറ്റ്ഫിൽറ്റർ സിൻഡ്രോം. ഇത് ആണുങ്ങളിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ ആണുങ്ങൾ 44+XY ആണെങ്കിൽ ഇവിടെ ഒരു X അഡീഷണൽ ആയിട്ട് വരുന്നു, അതായത് 44+XY, അതായത് ടോട്ടൽ 47 ക്രോമസോംസ്. ഇത്തരം ആണുങ്ങൾ സ്റ്റെറൈൽ ആയിരിക്കും, ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇത്തരം ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഗൈനക്കോമാസ്റ്റിയ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീകളിലാണ് വരുന്നത്. സാധാരണ സ്ത്രീകൾ 44+XX ആണെങ്കിൽ ഇത്തരം സ്ത്രീകളിൽ ഒരു X കുറവായിരിക്കും. അപ്പോൾ അവര് 44+X0 എന്നായിരിക്കും, അതായത് ടോട്ടൽ 45 ക്രോമസോംസേ അവർക്കുള്ളൂ. ഇത്തരം സ്ത്രീകളും സ്റ്റെറൈൽ ആയിരിക്കും, അവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ അവരുടെ ഓവറിയൊക്കെ റുഡിമെന്ററി ആയിരിക്കും. അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതിപ്പോ 2 പേർക്ക് ഉണ്ടാവില്ല, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാകില്ല. ഓക്കെ, സോ ഇതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള 3 തമ്മിലുള്ള ഡിഫറൻസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മെന്റലിയൻ ഡിസോർഡേഴ്സ് എന്ന് ചോദിക്കാവുന്ന ഒരു വലിയ ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആണ്, ആൽഫ തലാസീമിയയും ബീറ്റ തലാസീമിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ? ആൽഫ തലാസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രോമസോം നമ്പർ 16നെയാണ് ബാധിക്കുന്നത്, 16നെയാണ് ബാധിക്കുന്നത്. നോക്കൂ, 16 എഴുതി കഴിഞ്ഞാൽ ആൽഫ പോലെ എഴുതാലോ, അങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ ആൽഫ തലാസീമിയ ക്രോമസോം നമ്പർ 16നെയാണ് ബാധിക്കുന്നത്. അതേസമയം ബീറ്റ തലാസീമിയ ക്രോമസോം നമ്പർ 11നെയാണ് ബാധിക്കുന്നത്. ഓക്കെ, ക്രോമസോം നമ്പർ 11. ആൽഫ തലാസീമിയയുടെ കാരണക്കാരുള്ള ജീനുകൾ, മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ജീനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HbA1 HbA2 പക്ഷെ അതേസമയം ബീറ്റ തലാസീമിയ BBB അങ്ങനെ ഓർത്താൽ മതി, അപ്പൊ HBB. ഓക്കെ, സോ HBB ജീനുകളാണ്. ബീറ്റ തലാസീമിയയില് HBB ജീനിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ആൽഫ തലാസീമിയ വന്നു കഴിഞ്ഞാൽ ആൽഫ ചെയിനിന്റെ പ്രൊഡക്ഷന് കുറവുണ്ടാകുന്നു. ബീറ്റ തലാസീമിയ വരുമ്പോൾ ബീറ്റ ചെയിന്റെ പ്രൊഡക്ഷന് കുറവുണ്ടാകുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ടൈപ്പ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പർ 60ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ലൈവ് കാണുക, കൃത്യമായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.